ഏറനാടിലെ ഒരു കുടുംബത്തിൽ പുത്തൻവീട്ടിൽ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ വല്ലിപ്പാൻ്റെ പേര് PV മുഹമ്മദ് ഹാജിയാണ്. എൻ്റെ പിതാവിൻ്റെ പേര് PV ഷൗക്കത്തലി. ബ്രിട്ടീഷുകാരോട് പോരാടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്ക് വഹിച്ച കുടുംബമാണ്. ഒരുപാട് പീഡനങ്ങൾ സഹിച്ച കുടുംബമാണ്. ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ട കുടുംബമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമയത്ത് വിഭജനം നടക്കാൻ പോകുമ്പോൾ ഒരു കാരണവശാലും പാകിസ്ഥാനെ വിഭജിക്കരുത് എന്ന് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വാദിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവാക്കുകയും ചെയ്ത വാപ്പാന്റെ മോനാണ് ഞാൻ. നമ്മൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് ചാഞ്ഞു നിന്നിട്ടില്ല. നമ്മൾ ഈ മതേതരത്വത്തിന്റെ മുന്നിൽ, അതിന്റെ മുന്നിൽ മനുഷ്യത്വത്തിന്റെ കൊടി പിടിച്ച് എന്റെ തറവാടും എന്റെ കാക്കക്കാരണവന്മാരും കടന്നുപോയിട്ടുള്ളൂ. ചെറിയ അന്വേഷണം നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് നടത്തണം. എൻ്റെ ഉമ്മ 14 പ്രസവിച്ചതാ, 14 മക്കൾ. ഞാനതിൽ 11ാമത്തതാ. അതിൽ 3 ആള് മരിച്ചു. ഞങ്ങൾ 11 ആള് ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മ ഈ 20 വർഷക്കാലത്ത് 22 വർഷക്കാലത്തിൻ്റെ ഇടക്കാണ് ഈ 14 പ്രസവം നടത്തിയത്. അപ്പൊ അന്നത്തെ കാലത്ത് പട്ടിണിയും കഷ്ടപ്പാടും ദുരിതവുമുള്ള കാലാണ്. ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്തവരായിരുന്നു നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകൾ. വീട്ടിൽ വലിയ ചെമ്പിൽ കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. 4ഉം 5ഉം സ്ത്രീകൾ ഒരലിലിട്ട് നെല്ല് കുത്തി അരിയാക്കി ഇവരിത് വെച്ച് വിളമ്പി ഈ കഞ്ഞി വാങ്ങാൻ വരുന്ന ചെറിയ ഓർമ്മ എനിക്ക് 4ലും 5ലും പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് ഇത് വരുന്നവർക്ക് തൂക്കുപാത്രം, നമ്മൾ തൂക്കാത്രം എന്ന് പറയും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എന്താ പറയാ ഇതുപോലത്തെ പാത്രങ്ങളുണ്ടാവും. അപ്പോൾ 1:30 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ വീടിന് നേരെ മുമ്പിലാണ് ഇടവണ്ണ ഒതായി UP സ്കൂള്. ഉമ്മ ഇങ്ങനെ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും, ഈ കഞ്ഞി ഇങ്ങനെ പാടുന്നു. ഈ ജോലിക്കാരൊക്കെ നോക്കിക്കുന്നുണ്ടാവും. ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് തോന്നുന്നു, ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇത്രയും പണിക്കാരുണ്ടായിട്ട്. കാരണം ഞങ്ങൾ സ്കൂൾ വിട്ട് ഞാനും എൻ്റെ 2 ജ്യേഷ്ഠന്മാരും ഞങ്ങളൊക്കെ ഒരു 1.5 വയസ്സിൻ്റെ വ്യത്യാസം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമ്പോൾ ഉമ്മ എപ്പോഴും ഇവിടെ ഇരിക്കും. അപ്പോൾ ഒരു ദിവസം ഉമ്മാനോട് ഞാൻ ചോദിച്ചു, ഉമ്മ ഈ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ വിളമ്പിക്കൊടുക്കൂലേ? അപ്പോൾ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇതിങ്ങനെ വിളമ്പിക്കൊടുത്ത് കൈ കുഴയും. ഇത് പണിക്കാരിത് വിളമ്പിക്കൊടുത്ത അമ്മ മോനെ അവർ ആ വരുന്ന ആളുകളെ പ്രാഗെന്ന് പറഞ്ഞു. പഴയ ഓർമ്മയാ. അപ്പൊ അങ്ങനെ മുന്നോട്ട് വന്ന കുടുംബം. അപ്പൊ ഞങ്ങളൊക്കെ ഈ 1 വയസ്സിനും 1.5 വയസ്സിനും ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും 3ഉം 4ഉം തൊട്ടിയാ. ഇത് നോക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ട്. അതില് ഞാനൊക്കെ ചെറുതാകുമ്പം ഉമ്മ പറഞ്ഞു കേട്ട ഓർമ്മയാണ്. എനിക്കൊരു 1 വയസ്സാകുമ്പോഴേക്കും ഉമ്മ അടുത്ത് പ്രസവിക്കും. ജ്യേഷ്ഠന് മൂത്ത ആൾക്ക് ഒരു 1.25 വയസ്സാകുമ്പോഴേക്കും അടുത്ത് പ്രസവിക്കും. അപ്പൊ പാല് കൊടുക്കാൻ ഉമ്മാക്ക് മുലപ്പാല് കൊടുക്കാൻ കഴിയില്ല. എത്ര മക്കൾക്ക് കൊടുക്കും? അപ്പൊ വീട്ടിലുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു. എൻ്റെ വല്യമ്മ എന്ന് പറയുന്നത് ചക്കിക്കുട്ടിയാ, മരിച്ചുപോയി 10-30 വർഷം മുമ്പ്. ചക്കിക്കുട്ടി അപ്പൊ ഈ 2 മക്കളെയും എൻ്റെ മൂത്ത മകൻ ജ്യേഷ്ഠ അജ്മലിനെയും എൻ്റെ താഴെയുള്ള മുനീറായ പ്രസവിച്ചപ്പോൾ ഉമ്മ ഈ ചക്കിക്കുട്ടിയുടെ കയ്യിലാണ് കൊടുക്കുക. എന്തിനാണെന്നറിയോ? ചക്കിക്കുട്ടീൻ്റെ അടുത്ത് ഞങ്ങൾ പോവുള്ളൂ, വീട്ടിൽ ജോലിക്കാർ വേറെ അല്ലാത്തല്ല. അപ്പൊ നേരത്തെ ബാങ്കല്ലേ കേട്ടാ.